ഈ ഒരു അപകട വളവ് നിവർത്തുന്നതിന് വേണ്ടിയിട്ട് സമീപവാസിയായിട്ടുള്ള സ്ഥലമുടമ സൗജന്യമായ സ്ഥലം വിട്ടു നൽകാമെന്ന് പറഞ്ഞിരുന്നിട്ട് പോലും അത് കേൾക്കാൻ തയ്യാറായില്ല അധികൃതർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള പ്രതികരണം കൂടി നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടുത്തെ ആളുകൾ തന്നെ ആ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പലപ്പോഴും നിരവധിയായിട്ടുള്ള അപകടം നടക്കുമ്പോൾ പോലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? പല പ്രാവശ്യം ഞങ്ങളിത് പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്ന വണ്ടി പറഞ്ഞപ്പോഴും ഞങ്ങൾ രാത്രിയിൽ വന്ന് ഇവിടെ ആളുകളെ രക്ഷിക്കാനും ഇവിടെയുള്ള ജനങ്ങളും ആദ്യം ഈ തൊട്ട് മുകളിൽ വീട്ടിലെ ചേച്ചിയാണ് ഈ ആളുകൾ ഇത് ഫോണിൽ വിളിച്ചറിയിച്ചത്. ആനക്കുളത്തുനിന്നും അതുപോലെ തൊട്ടടുത്തുനിന്ന് പ്രദേശങ്ങളിലെല്ലാം ആളുകൾ ഓടി വരുവാനും അന്ന് പിന്നെ വണ്ടി താഴത്തേക്ക് പോയില്ല. ട്രാവൽ പറഞ്ഞു മുകളിൽ തന്നെ ഇരിക്കുവതെ. ഇത് ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചത്. ഇത്ര ഇത് വന്നത്. ഇതെന്താ ഇതിൻ്റെ ഒരു കാരണം നിങ്ങൾ പറയുന്നത്? ഈ വഴി ഇത് അവിടെ നിന്നൊരു സിഗ്നൽ കൊടുക്കാൻ ഇതോ ഒന്നുമില്ല. അവിടെ നിന്ന് അമിത വേഗതയിൽ വരുന്നു. പിന്നെ തന്നെ ഡ്രൈവർമാരുടെ കുറേയൊക്കെ അശ്രദ്ധയുണ്ട്. വല്ലാതെ വഴിയാണ് മെയിനായിട്ടിത്. വഴി നല്ല രീതിയിൽ ചെയ്യേണ്ടതും ഇവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഡ്രൈവർമാർ ഇവർക്ക് വണ്ടി ഓടിച്ചു നടക്കുന്നവരാണ്. ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഇത് നിലവിൽ വിരുവാറ് മുതൽ വലിയ ഇറക്കങ്ങളാണ് നമ്മളിങ്ങോട്ട് വരുമ്പോഴേക്ക്. അപ്പോൾ ഈ വിരുവാറ് മുതൽ 10 കിലോമീറ്റർ ഓടി ഇറക്കം ഈ ട്രാവലർ ബ്രേക്ക് ചവിട്ടി വന്നാൽ സ്വാഭാവികമായിട്ടും ബ്രേക്ക് നഷ്ടപ്പെടും. പിന്നെ വന്നിട്ട് നമ്മൾ ഈ കുവൈറ്റ് പാലം കഴിഞ്ഞിട്ട് പിന്നെ നിരപ്പുകളാണ് മുഴുവൻ. ആ നിരപ്പിൽ വരുന്ന വണ്ടി ഓടിക്കുന്നു. ഈ വളവിൻ്റെ തൊട്ട് മേളിലായിട്ട് വരുമ്പോൾ ഒരു കയറ്റം കയറി വരുമ്പം സെക്കൻഡ് കയറി വരുന്ന വണ്ടി ഈ റോഡ് പരിചയമില്ലാത്ത ഡ്രൈവർ അത് നേരെ തേടിലേക്ക് ഇടുന്നു. പിന്നെ വന്ന് കാണുന്നതാണ് ഈ വളവിലേക്ക് വരുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ബ്രേക്ക് ഉണ്ടാവില്ല. ഡിസ്ക് ബ്രേക്കാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഒരിക്കലും ട്രാവലിൻ്റെ ബ്രേക്ക് ചവിട്ടി ചൂടായി നിൽക്കില്ല. വളവ് കാണാനുള്ള വീതിയില്ല. ഇപ്പം നമ്മൾ എന്നും സഞ്ചരിക്കുന്ന ഞങ്ങൾക്കറിയാം. അത് വെളിയിൽ നിന്ന് വരുന്ന വണ്ടിക്കാരെ സംബന്ധിച്ച് അവർക്ക് അറിയാൻ പറ്റില്ല. ഡ്രൈവർമാരുടെ ഒരു പ്രശ്നം അവർ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നോക്കുന്നുള്ളതാണ്. അവരുടെ സാഹചര്യമില്ല. അല്ലെങ്കിൽ മുമ്പേ അതിനൊരു ടൈം ബോർഡുകൾ കൊടുക്കുക. ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും ഒരു ചപ്പാത്ത് പോലെ ഉണ്ടാക്കുകയോ വണ്ടി ഒന്ന് സ്ലോ ആയി നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി ആസൂത്രണം ചെയ്ത് നടക്കും. ഒപ്പം തന്നെ ഈ ഒരു വളവിൻ്റെ ഇവിടുത്തെ ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ കൊടുത്താൽ ഈ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ കെട്ടിയാൽ മാത്രം മതി. ഇവിടെ നല്ല രീതിയിൽ പൊക്കി കെട്ടി നല്ല കോൺക്രീറ്റ് പൊക്കി വെച്ചാൽ നല്ലൊരു 2 അടി പൊക്കത്തിൽ വെച്ചാൽ പോലും വണ്ടി അടിച്ചാൽ താഴത്തേക്ക് പോകില്ലാത്ത രീതിയിൽ ഒരു 3 മീറ്റർ ഉയരത്തിൽ ഈ കെട്ടുന്ന ഇതെവിടെ വരെ കോൺക്രീറ്റ് വാൾ സൃഷ്ടിച്ചാൽ ഈ വണ്ടി ഇതേ ബ്രേക്ക് പോയ വണ്ടി തട്ടിയാലും റോഡിലേക്ക് തന്നെ മറിയുള്ളൂ. ഇത്രയും വലിയ അപകടം ഉണ്ടാവില്ല. ഇവിടെ 10-15 വണ്ടി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 15ഓളം ട്രാവലറും പറഞ്ഞിട്ടുണ്ട്. ഇവർ മേളിൽ പല വണ്ടിക്കാർ അറിയാവുന്നവർ മേളത്തെ റോഡിലേക്ക് ഓടിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡ്രൈവർമാർ കുറ്റമല്ല, അവരറിയാവുന്നത് ചെയ്തതാണ്. ഇതിപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു നല്ല പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഒരു നല്ല സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അധികൃതരോട് പറഞ്ഞിരുന്നോ? PWDയിലൊക്കെ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അറിയിച്ചിട്ടില്ല. ഞാനൊരു നാട്ടുകാരനാണ്, ഞാൻ ഡ്രൈവറാണ്, എനിക്കറിയാവുന്നവർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർ പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് ഭരണകക്ഷി ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതിവിടെ ഉണ്ടായിട്ട് കുറച്ച് നാളുകളായി പല സ്ഥിരമായിട്ട് അപകടം നടക്കുന്നത്. രാത്രി ഇന്നലെ പകലായതുകൊണ്ട് ആളുകൾ കൂടി. രാത്രിയിലാണെങ്കിൽ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച് എല്ലാവരും ഒരു 8-8 കിടന്നുറങ്ങുന്നവരാ. രാത്രി ഈ റോഡിൻ്റെ ഈ വളവ് ഈ കട്ടിങ് എടുത്ത് അവിടെ കെട്ടി ആ വീടിൻ്റെ സംരക്ഷണ ഭിത്തി ഒരെണ്ണമുണ്ടാക്കി അവിടെ ഈ കട്ടിങ് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ കുറേ അപകടങ്ങൾ ഒഴിവാകും. പിന്നെ ഇതിൻ്റെ ഉള്ള സൈഡ് വാൾ വെക്കുന്ന ഒരു ഇതല്ല, ഇത് ഒരു കോൺക്രീറ്റ് പോലും ഇല്ലാത്ത നിസ്സാരം അടിക്കുമ്പോൾ അതിനകത്തോട്ട് താത്തി വെച്ചേക്കുക. അത് ഒരു ബൈക്കും കൊണ്ട് വന്ന് കൂട്ടിയാൽ പോലും അത് തെറിച്ചു പോകുന്ന രീതിയിലുള്ള സംവിധാനം. ചുമ്മാ കൈ കൊണ്ട് ഒരു കൊച്ചു പിടിച്ചപ്പോഴത്തേക്കും പൊങ്ങി വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർമ്മാണം തന്നെ. അപ്പോൾ ഈ റോഡ് മൊത്തം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതെല്ലാം കള്ളത്തരമാണെന്നുള്ള ഇപ്പം തന്നെ തെളിഞ്ഞില്ലേ ഇത്.